ഇപ്പം ഞാൻ US വിസയ്ക്കും വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയ സമയത്ത് ഒരു പയ്യനുണ്ട് പാസ്പോർട്ടും പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ബേജാറ് കൊണ്ട് അവൻ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. ഈ US വിസ നിങ്ങൾക്കറിയാമല്ലോ, എടുക്കുന്ന സമയത്ത് 10 വർഷത്തേക്കാണ് കിട്ടുക. 10 വർഷത്തേക്കാണ് മിക്കവാറും അത് കിട്ടുക. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവനെ എല്ലാ ലാംഗ്വേജ് ഒക്കെ നോക്കി ഇതാക്കി അതിലിടക്ക് അവൻ എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഞാനാണ് അവന് പിന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ഇത്ര ശ്രദ്ധിച്ച് കണ്ടേ. ആ പയ്യൻ പാസ്പോർട്ട് കൊടുത്തു. അവർ ചോദിച്ചതിൽ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നു, ജസ്റ്റ് ഒരു മിസ്റ്റേക്ക്. അതോടുകൂടി പാസ്പോർട്ട് ഇങ്ങനെ ഉണ്ട് കൊടുക്കുക, യു ആർ ഡിസ്ക്വാളിഫൈഡ്. ഈ പയ്യൻ എത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ടാവും. ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറാൻ എത്ര പ്രയാസപ്പെടും. 1 വർഷം മുമ്പാണ് US കൗൺസിലേറ്റ് ഡേറ്റ് തരിക. 1 വർഷം വരെ ഈ ആൾ കാത്തിരിക്കണം. കാരണം ഇപ്പോൾ ഡേറ്റ് കിട്ടാനില്ല. 1 വർഷം 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കിട്ടുന്നത് കൗൺസിലേറ്റിൽ. എന്നിട്ട് ഈ കൗൺസിലേറ്റിൽ നിന്ന് ജസ്റ്റ് ഇൻ്റർവ്യൂ, എത്ര സമയം ഇൻ്റർവ്യൂ? 3 മിനിറ്റ്. 3 മിനിറ്റിൽ കൂടുതൽ ഒരു ഇൻ്റർവ്യൂ അവർ അനുവദിക്കില്ല. മിക്കവാറും US-കാരനായിരിക്കും. അപ്പോൾ US-കാർ ഇങ്ങനെ ഇരുന്നിട്ടാണ് ചോദിക്കുകയാണ്. ആ ഒരു ചോദ്യത്തിൽ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, അതോടുകൂടി വിസ റിജക്റ്റ്. ഇനി രണ്ടാമത് കിട്ടണമെങ്കിലോ ഈ റിജക്ഷന് വന്നിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ പയ്യൻ നിന്ന് അങ്ങനെ കരയാണ്. അപ്പം എന്താ സംഭവം? ഞാൻ ചോദിച്ചു, മോനെ എന്താ നിനക്ക് എത്ര വിഷമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ജ്യേഷ്ഠൻ പോയി, പെങ്ങള് പോയി, അമ്മ പോയി. ഇപ്പം ഇവൻ മാത്രമേ ഇവിടെ വീട്ടിലോ. ഇനി അവന് US പോവല്ല, നിവൃത്തിയില്ല. പക്ഷെ അവന് വിസ കിട്ടുന്നില്ല. ഇനി എത്ര കാലം അവന് ഒറ്റപ്പെട്ട് ഇവിടെ നിൽക്കണം എന്നുള്ളതാണ് അവൻ്റെ ചിന്ത. ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടാണ് അത്ര അതിന് വന്നത്. ജസ്റ്റ് 3 മിനിറ്റ് കൊണ്ട് എല്ലാം കൺക്ലൂഡ് ആവും. ആ സമയത്ത് അവർ ശ്രദ്ധിക്കുന്നത് ആകെ നമ്മുടെ നോളജ് അല്ല, നമ്മുടെ സർട്ടിഫിക്കറ്റ് പോലും അവർ കാണൂല. കാരണം അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ആദ്യം. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ചോദ്യത്തിന് കറക്റ്റ് ആൻസർ അല്ല പറഞ്ഞെങ്കിൽ, ആ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉദാഹരണം പറയാം. ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഇൻ്റർവ്യൂ പൊട്ടിപ്പോവും. നിങ്ങളൊക്കെ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. ഇംഗ്ലീഷിൽ ഐ ആം കമ്മിങ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഇൻ്റർവ്യൂ പൊട്ടിപ്പോവും. കാരണം അവർ ചോദിക്കും, വൈ യു ആർ യൂസ് ING ഹിയർ, ബിക്കോസ് യു ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. നീ ഇപ്പം എൻ്റെ മുമ്പിൽ നിന്നോടുക്കുക, പിന്നെ എന്തിനാ ING ഫോം ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളാ കുടുങ്ങിയില്ലേ. അപ്പം ആകെ ഷോർട്ടായിട്ട് പറയേണ്ടത് എന്താ? ഐ എം സുലൈമാൻ ഫ്രം കേരള, ഐ എം സുലൈമാൻ ഫ്രം ഇന്ത്യ. ആ എല്ല് പോലും ഉച്ചരിക്കുന്നത് ചിലപ്പോൾ അവർ ശ്രദ്ധിക്കും. ഞാൻ ഇവരുടെ വിസൻ്റെ അല്ല പറഞ്ഞത്, അതിന് കുറേ കാറ്റഗറി ഉണ്ട്. ഞാനവിടെ PhD ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ കാറ്റഗറി കുറച്ച് കൂടും. അപ്പം എൻ്റെ എല്ല് പോലും എല്ലായി പോയാൽ ചിലപ്പോൾ എന്താവും, അവർ റിജക്റ്റ് ചെയ്യും. അതിപ്പോൾ സ്വർഗത്തേക്കുള്ള ടിക്കറ്റ് ഒന്നുമല്ല അമേരിക്കൻ്റെ വിസ എന്ന് പറഞ്ഞാൽ, എന്നാലും ചില ടാസ്കുകൾ ഉണ്ടല്ലോ. അപ്പം എല്ലും ആറും കേൾക്കാൻ പാടില്ല. ഇംഗ്ലീഷ് അറിയുന്നവർക്ക്, നന്നായിട്ട് അറിയുന്നവർക്ക് അറിയാം. അപ്പം എൻ്റെ പേര് പോലും സുലൈമാൻ എന്ന് ഐ ലവ് യു, ഐ എം ലിവിങ് ഇങ്ങനെ പറയണം. സോറി. അപ്പൊ 6 കേൾക്കാൻ പാടില്ല. അതൊരു സ്കില്ലാണ്. നോളജ് ഉണ്ടായത് കൊണ്ട് അത് ഉണ്ടാകില്ല. എക്സ്ട്രീമിൽ ഐ എം സോറി. അപ്പൊ എക്സ്ട്രീമിലെ 6 കേട്ടാൽ പോലും പ്രശ്നം, സോറിയിലെ 6 കേട്ടാൽ പ്രശ്നം. അപ്പൊ സ്കിൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞ വേറൊരു കാര്യമാണ്. ലിംഗ്വിസ്റ്റിക്കിലുണ്ട്. മനുഷ്യന് ഒരുപാട് ഇന്റലിജൻസ് ഉണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കണം. ഞാൻ ഭാവിയിൽ നിങ്ങൾ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാനൊരു അഭിമാനബോധത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാം. കാരണം ഒരുപാട് വിദ്യാർത്ഥി, ഒരു 500-ലേറെ സ്റ്റുഡൻസ് എനിക്ക് നമ്മൾ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ, അല്ലെങ്കിൽ ഇതേപോലെ കൊടുത്ത വിട്ടുകൾ, ഒരു 500-ലേറെ കുട്ടികൾ UK-ലുണ്ടാവും. അത്രത്തോളം ഏകദേശം ഓസ്ട്രേലിയയിലുണ്ടാവും, കാനഡയിലുണ്ട്, US-ലുണ്ട്. PhD കഴിഞ്ഞിട്ട് പോയിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ ഡോക്ടർ ഇംതിയാസിനെ പോലുള്ളവരൊക്കെ US-ലുണ്ട്. ഒക്കെ എൻ്റെ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഞാൻ പറയുന്നത് അവരൊക്കെ എക്സ്ട്രാ ആയി പോകാൻ കാരണം ചില ആളുകളുടെ ചില ഉപദേശങ്ങളാണ്. അപ്പം അതോടെ ഇതിനെ നിസ്സാരമായി നിങ്ങൾ കാണരുത്. ഓരോ സമയത്തും നമ്മുടെ സ്കില്ലിനെങ്ങനെ കൂട്ടിക്കൂട്ടിയേ പോകണം, നിർബന്ധമാണത്. അതിന് നിങ്ങൾ മൊബൈലാണെങ്കിൽ മൊബൈൽ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോഴത്തെ കുട്ടികളുടെ വലിയൊരു വിഷയം, അവർ സ്ക്രീൻ ടൈം കൂട്ടുന്നു, പക്ഷെ അത് എഫക്റ്റീവ്ലി അല്ല എന്നുള്ളതാണ്. വെറുതെ കുറേ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ ഗാനങ്ങൾ കേൾക്കും, നല്ലത്. മനുഷ്യന് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് ചിലപ്പോൾ അതന്നെ വേണ്ടി വരും. നമുക്കൊരു സന്തോഷം കിട്ടാനൊക്കെ ചിലപ്പോൾ അത് വേണ്ടി വന്നേക്കാം. ഞാൻ ഡിബേറ്റബിളാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പം ആ വയലിൻ കൊണ്ട് ഇങ്ങനെ ആയപ്പോൾ നമ്മൾ ഏതോ ഒരു ലോകത്തേക്ക് പോയതുപോലെ അതിങ്ങനെ വലിയ മുട്ടായി പ്രശ്നമായി. ഇപ്പം കല്യാണത്തിനൊന്നും പോകാനേ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ പാട്ട് തന്നെ. നമുക്ക് ആ മെയിനായിട്ടുള്ള ആളോടൊന്നും സംസാരിക്കാൻ വയ്യ. കാരണം ഇങ്ങനെ ലൗഡ് സ്പീക്കറിൽ പോയിട്ട് ഇയാളോട് പറഞ്ഞു. കാരണം അവിടെ ഭയങ്കര ഗാനമേള നടന്നുകൊണ്ടിരിക്കുക. ഗാനമേള കൊണ്ടുവരേണ്ട ഒരു സ്ഥലമല്ല കല്യാണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുവരേണ്ടതാണ്. അത് രസകരമായി എല്ലാവരുടെയും കോമന്റ്. ഞാൻ പുറത്ത് നമ്മൾ കല്യാണത്തിന് പോയാൽ ഒരു ശബ്ദം പോലും ഉണ്ടാവില്ല. സ്കില്ലിൽ പല സ്കില്ലുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഷോർട്ടാക്കി പറയാം.
വെള്ളം കുടിക്കുന്ന സമയത്ത്, ഇന്റർവ്യൂ സമയത്ത് അവർ വെള്ളം തരും. വെള്ളം തരുന്നത് നമുക്ക് ദാഹം തീരാനല്ല, നമ്മൾ വെള്ളം എങ്ങനെ കുടിക്കുന്നു എന്നറിയാനാണ്. വെള്ളം കുടിക്കുന്ന സമയത്ത് ഇവിടെ എങ്ങാനും ശബ്ദമുണ്ടായി കഴിഞ്ഞാൽ അത് മതി നിങ്ങളുടെ ഇന്റർവ്യൂ പൊട്ട. പിന്നെ എന്തുകൊണ്ട് ഇന്റർവ്യൂ പൊട്ടി എന്നുള്ളത് മെയിലായിട്ട് നമുക്ക് വരും കേട്ടോ. അതിൽ വെള്ളം കൂടിയായിരിക്കും കാരണം. ഞാൻ പറഞ്ഞു മനസ്സിലാകേണ്ടത്, ഞങ്ങൾ UK എന്നൊരു വലിയ ലെക്ചറെ കൊണ്ടുവന്നു. വലിയൊരു ഒരു ഭയങ്കര എക്സാം നടക്കുകയാണ്. 5 ദിവസം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കുട്ടികൾ നിൽക്കണം. ഒരു ക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ ഒരു കോഴ്സാണ്. അതിൻ്റെ ഇതാണ് 5 ദിവസം താജ് ഹോട്ടലിൽ റൂം എടുത്തു കൊടുത്ത് കുട്ടികളൊക്കെ അവിടെ താമസിപ്പിച്ച് 5 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ കൊണ്ടുനടന്ന് കളിച്ചു, ചിരിച്ചു, നല്ല രസമായിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടി, എല്ലാവരും കൂടി കളിച്ചു. ഇയാൾ ഭയങ്കര ലിബറലാന്ന് വിചാരിച്ചിട്ട് ചെയ്തതൊക്കെ അവസാനം കുട്ടികളൊക്കെ കണ്ട് ഫെയിലിയറായി. അപ്പം എന്താ കാര്യം? ഇവരുടെ മൂവ്മെൻറ്റ്സ്, ഇവരുടെ തോട്ട്സ്, ഇവരുടെ സ്ലാങ്, ഇവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇയാൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിച്ചത് എന്താ, ഇയാൾ കുളിക്കാൻ വേണ്ടി വിളിക്കുക എന്നുള്ളതാണ്. പല രീതിയിലുള്ള ഇൻ്റർവ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് സ്കില്ലുള്ള ആളുകൾ അതിനെ അനലൈസ് ചെയ്യും. സ്കില്ലുള്ള ആളുകൾക്ക് മാത്രമേ ഇനിയുള്ള കാലത്ത് നിലനിൽക്കാൻ പറ്റൂ. നോളജിനെ നിങ്ങൾ എടുത്തോ, അതിന് കൂട്ടിക്കോ, വർദ്ധിപ്പിച്ചോ, ഒരുപാട് ഓറിയന്റേഷനിലേക്ക് നിങ്ങൾ പോയിക്കോ. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കരുത് ഇത്രയും കാലം പഠിച്ചിട്ടുള്ള സിസ്റ്റമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന്. ആ സിസ്റ്റവും നല്ലത് തന്നെയാണ്, നമ്മുടെ ഇന്ത്യനെ മോശമാക്കൊന്നും വേണ്ട. ഇന്ത്യയിൽ തന്നെയാണ് IIT ഉള്ളത്, ഇന്ത്യയിൽ തന്നെയാണ് IIM ഉള്ളത്. അവരൊക്കെ ഈ സിസ്റ്റമാണ് കൊണ്ടുനടക്കുന്നത്. IIM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിലൂടെ പോകുന്നവരല്ല അവരാരും. ഞാനൊരു ഒരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ പറയാം. ശ്രീകാന്ത് ബൊല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര പേര് ശ്രീകാന്ത് ബൊല്ലയെ കേട്ടിട്ടുണ്ട്? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. ആരും കേട്ടിട്ടില്ല. ശ്രീകാന്ത് ബൊല്ല അദ്ദേഹം ഇന്ത്യനാണ്, ഉത്തരേന്ത്യക്കാരനാണ്. അദ്ദേഹം ജന്മന അന്ധനായിട്ടാണ് ജനിച്ചത്. 2 കണ്ണുമില്ലാതെയാണ് ജനിച്ചത്. 100% ബ്ലൈൻഡാണ്. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളുകാർക്ക് അവനൊരു ഭാരമായി. അവസാനം 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ആളെ വെച്ച് കൊടുക്കാൻ ആളില്ലാതെ കുട്ടി കുറെ കരഞ്ഞു. അത് കഴിഞ്ഞ് +2 പോകാൻ സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്കാം നിങ്ങൾ. സയൻസ് തന്നെ വേണമെന്ന് അവൻ വാശി പിടിച്ചു. അവൻ്റെ ആ പ്രദേശത്ത് ഒരു സ്കൂളിലും അവന് അഡ്മിഷൻ കൊടുത്തില്ല, കാരണം സയൻസ് എടുക്കാൻ പറ്റില്ല. അവസാനം അവൻ കോടതിയിൽ പോയി. ഇതൊക്കെ നിങ്ങൾക്ക് തുറന്നാൽ കിട്ടും. അവൻ കോടതിയിൽ പോയി, എനിക്ക് സയൻസ് പഠിക്കണം. അങ്ങനെ കോടതി ഡിക്ലറേഷൻ പുറപ്പെടുവിച്ചു അവൻ സയൻസ് തന്നെ പഠിക്കട്ടെ എന്ന്. ആ ഒറ്റ കാരണത്താൽ 2 വർഷം അവൻ പറയുന്നുണ്ട്, പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ സ്കൂളിൽ നിന്നത്. കാരണം എല്ലാ കുട്ടികളും എന്നെ ഒറ്റപ്പെടുത്തി, എല്ലാ അധ്യാപകരും എന്നെ ഒറ്റപ്പെടുത്തി, കാരണം എനിക്ക് 2 കണ്ണും കാണില്ല. അവസാനം ആ കുട്ടി +2 ടോപ്പ് മാർക്കോട് കൂടി പാസ്സായി. അങ്ങനെ ഈ ബ്ലൈൻഡായ ആളുകൾക്ക് IIT-യിൽ എൻട്രൻസ് എഴുതാതെ തന്നെ സ്ഥാനമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവൻ IIT-യിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തു. IIT അവന് സീറ്റ് കൊടുത്തില്ല. നമ്മുടെ IIT പോലും അവന് സീറ്റ് കൊടുത്തില്ല. ശ്രീകാന്ത് ബൊല്ലയുടെ ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്ക്. കാരണം അന്ധനായ ആൾക്ക് ഒരിക്കലും ഈ ടെക്നിക്കൽ സാധനം പഠിക്കാൻ കഴിയില്ല എന്ന് IIT പോലും വിധിയെഴുതി. ഇവൻ ഒരുപാട് കരഞ്ഞു. അങ്ങനെ ഇവൻ്റെ സ്വപ്നം ഒരിക്കലും എന്താക്കിയില്ല, അവൻ കുറച്ചില്ല. അവൻ നേരെ MIT-യിലേക്ക്, ആരാണോ IIT-യെ ഡിസൈൻ ചെയ്തത്, ആരാണോ IIT-യെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയത്, അത് ലോകത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIT എങ്കിൽ വേൾഡിലെ ഏറ്റവും ടോപ്പ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള MIT-യിലേക്ക്, മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് അവൻ മെയിൽ അയക്കുകയാണ്. ആ മെയിലിന് അവർ റിപ്ലൈ വന്നു, മോൻ വന്നോളൂ എന്ന്. അഥവാ IIT ആണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അവൻ പഠിച്ചത് പിന്നെ MIT-യിലാണ്. US-ലെ MIT-യിൽ നിന്ന് PG-യും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അവനൊരു വലിയ പ്രൊജക്റ്റ് ഉണ്ടാക്കി. ആ പ്രൊജക്റ്റിൽ കോടികൾ, 1000കണക്കിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ശ്രീകാന്ത് ബൊല്ലയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു കൊടുത്ത ആ മഹാരഥന്റെ പേര് രത്തൻ ടാറ്റ എന്നാണ് എന്ന് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ശ്രീകാന്ത് ബൊല്ല ഇന്ത്യയിലെ, ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന കമ്പനിയുടെ CEO ആയിട്ടിരിക്കുകയാണ്. ഇന്നും അദ്ദേഹത്തിന് കണ്ണില്ല. ഡ്രീംസ് ആർ ദ മോസ്റ്റ് ആൻഡ് പവർഫുൾ എനർജി. ഒരു മനുഷ്യന്റെ ഏറ്റവും ശക്തമായ എനർജി അത് കിനാവുകളാണ്. ഒന്നുമില്ലെങ്കിൽ പോലും കിനാവുകളാണ്. ശ്രീകാന്ത് ബൊല്ല നമ്മൾ പഠിക്കേണ്ട ഒരു പേരാണ്. നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു ഹിസ്റ്ററിയാണ്. 2 കണ്ണുമില്ലാതെ IIT പോലും റിജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെയും അപ്പുറത്തുള്ള ക്യാമ്പസിൽ പോയി പഠിച്ചിട്ട് വലിയ രീതിയിൽ ലാൻഡിങ് നടത്തിയിട്ടുള്ള ഒരു വലിയ മനുഷ്യന്റെ പേരാണ് ശ്രീകാന്ത് ബൊല്ല. ഇന്ന് അദ്ദേഹത്തിന് ഒരു ദിവസം തന്നെ കോടികൾ വരുമാനമാണ്. അതേ 2 കണ്ണില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഇൻസ്പിരേഷൻ, വല്ലാത്തൊരു ഇൻസ്പിരേഷൻ.